ഈ പീഡനത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുടെ ശത്രുക്കൾ. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ 50% ആത്മാർത്ഥതയോടെ അധ്വാനിച്ച് ജീവിക്കുന്നതിന് പകരം ഇത്തരം സദാചാര മൂല്യമില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുന്ന കുറേയേറെ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് മേലനങ്ങാതെ കാശുണ്ടാക്കാൻ വേണ്ടി അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഫോണിലും ഇൻ്റർനെറ്റിലും പറ്റുന്ന എല്ലായിടങ്ങളിലും അശ്ലീല ശരീര പ്രദർശനം പതിവാക്കിയിരിക്കുകയാണ് ഇത്തരക്കാർ. ഇത്തരം ആൾക്കാരെ ഒഴിവാക്കാൻ നാം തന്നെ ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ചിലരാണ് ഇത്തരക്കാരെ വളർത്തി വലുതാക്കുന്നത്. വീട്ടിലുള്ള മറ്റുള്ളവരുടെ സഹായത്തോടെ ഗസറ്റഡ് പോസ്റ്റുള്ള ഓഫീസർമാരെ പോലെ കറങ്ങുന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് ഫോണോ കമ്പ്യൂട്ടറോ തുറന്നു വെച്ച് അശ്ലീല പ്രദർശനവും അശ്ലീല സംഭാഷണവും നിത്യത്തൊഴിലാക്കുന്ന ഇത്തരം സ്ത്രീകളാണ് ഈ സമൂഹത്തിൻ്റെ ശാപം. ചോദ്യം ചെയ്യുന്നവരെ അശ്ലീല തെറികൾ കൊണ്ട് മൂടുന്നു. ഭയന്നെല്ലാവരും മിണ്ടാതിരുന്നു കൊള്ളണം. വളർന്നു വലുതാകുന്ന തലമുറയെ നശിപ്പിക്കാൻ ഇത്തരം വിരളി പൂണ്ട് നടക്കുന്ന കുലടകൾ വിചാരിച്ചാൽ നടക്കും. ഇത്തരം യക്ഷികളുടെ പിടിയിൽ വീഴാതെ നമ്മുടെ സമൂഹത്തെ എങ്ങനെ രക്ഷിക്കാം? ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാനും പുകഴ്ത്താനും മെനക്കെട്ട നമ്മുടെ ചെറുപ്പക്കാർ കഷ്ടപ്പെടുകയാണ്. ഡോക്ടറോട് ചോദ്യം ചോദിക്കാൻ ഇരിക്കുന്നത് പോലെ കഷ്ടപ്പെടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം ചേച്ചിമാർ പ്രദർശനത്തിന് നല്ല ഫീസാണ് ഈടാക്കുന്നത്. നല്ല തുക ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അവരുടെ ചാനൽ വളർന്നുകൊണ്ടേയിരിക്കും. ഏതറ്റം വരെയും അവർ പോകും. ഇത്തരക്കാരെ വേരോടെ പിഴുതെറിഞ്ഞാൽ ഈ സമൂഹം കുറേയെങ്കിലും നന്നാകും.